മഴ തോരും മുൻപേ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. പ്രമാണത്തിൽ ഒപ്പുവെക്കുമ്പോൾ അലീനയുടെ വിരലുകൾ വിറച്ചു. ഇതൊരു സ്വപ്നമാണെന്ന് അവൾക്ക് തോന്നി. ആർക്കും വേണ്ടാത്തൊരു കൈക്കുഞ്ഞായി സ്നേഹനികേതനത്തിൽ വന്നു ചേർന്ന താൻ അതിൻ്റെ അവകാശിയാകുവാൻ പോകുന്നു. ബ്രിജിത്ത മമ്മി ഒരിക്കൽ ആ പ്രസ്ഥാനത്തിൻ്റെ അവകാശിയായിരുന്നതുപോലെ തന്നെ എല്ലാ അവകാശങ്ങളോടും കൂടിയാണ് പപ്പ അത് തൻ്റെ പേരിലേക്ക് എഴുതി വാങ്ങിയിരിക്കുന്നത്. 40 സെന്റ് സ്ഥലവും ആ പഴയ കെട്ടിടവും. ലോകത്തിലേക്കും ഏറ്റവും വലിയ ധനിക താനാണെന്ന് അലീനയ്ക്ക് അപ്പോൾ തോന്നി. തൻ്റെ പേരിലേക്ക് വന്ന ഈ ഒരൊറ്റ പ്രമാണം കൊണ്ട് ലോകത്തിലെ എല്ലാ കോടീശ്വരന്മാരും തൻ്റെ പിറകിലായി പോയിരിക്കുന്നത് പോലെ. അലീനയ്ക്ക് ആ സ്വത്തിൻ്റെ മൂല്യം കണക്കാക്കാനാവുമായിരുന്നില്ല. സ്ഥലത്തിൻ്റെ ഉടമയായ സ്ത്രീ അലീനയെ പരിചയപ്പെട്ടു. ഫെബീന എന്നായിരുന്നു അവരുടെ പേര്. 40 വയസ്സ് പ്രായം തോന്നി. ബ്രൗൺ നിറത്തിലുള്ള മുടി ബോബ് ചെയ്ത് കണ്ണട വെച്ച് 5.25 അടിയോളം ഉയരവും അതിനൊത്ത ശരീരവുമുള്ള സ്ത്രീ. ഡൽഹിയിൽ ജോലി ചെയ്യുകയാണ്. ഭർത്താവും മക്കളും അവിടെയാണ്. കഴക്കൂട്ടത്തും മാതാപിതാക്കളും സഹോദരങ്ങളും ഉണ്ടെന്നല്ലാതെ സ്വത്ത് സംബന്ധമായി അവർക്കിവിടെ താല്പര്യങ്ങളൊന്നുമില്ല. പിതാവിൻ്റെ മരണശേഷം സ്വത്തുകൾ ഭാഗം വെച്ചപ്പോൾ ഫബീനയ്ക്കാണ് സ്നേഹനികേതനം സ്ഥിതി ചെയ്യുന്ന കെട്ടിടവും സ്ഥലവും കിട്ടിയത്. കോൺവെന്റിലെ സിസ്റ്റേഴ്സ് ഫബീനയുടെ അഡ്രസ്സും ഫോൺ നമ്പരും സംഘടിപ്പിച്ച് ഡൽഹിക്ക് വിളിച്ചു. വസ്തു വിൽക്കുന്നുണ്ടോ എന്ന് തിരക്കി. മുൻപ് സ്നേഹനികേതനം എന്ന ഓർഫനേജ് പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണ് അതെന്ന് ഫബീന കേട്ടിരുന്നു. ഫബീന അലീനയോട് പറയുകയാണ്, പ്രവർത്തനം നിലച്ച ആ ഓർഫനേജ് വീണ്ടും ആരംഭിക്കുകയാണെന്ന് സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞു. അപ്പോഴും ഞാനിത് വിൽക്കണമെന്ന് വിചാരിച്ചതല്ല. അപ്പോഴാണ് ഒരു കന്യാസ്ത്രീ എന്നോട് പറഞ്ഞത്, ആ ഓർഫനേജിൽ ഒരു അനാഥ കുഞ്ഞായി വന്നു ചേർന്ന് വളർന്നു വലുതായി 23-ാമത്തെ വയസ്സിൽ അമ്മയെയും അച്ഛനെയും ബന്ധുക്കളെയും ഒക്കെ തിരിച്ചു കിട്ടിയ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാണിതെന്ന്. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എന്തൊക്കെ വികാരങ്ങളായിരുന്നു എൻ്റെ മനസ്സിൽ തോന്നിയതെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. ആ പെൺകുട്ടിയെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് മാത്രമേ ഞാൻ അവരോട് ചോദിച്ചുള്ളൂ. കച്ചവടം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാണാമല്ലോ എന്നായിരുന്നു അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി. ഫെബീനയുടെ വാക്കിലും നോട്ടത്തിലും അവരുടെ ഹൃദയവികാരം പ്രകടമായിരുന്നു. അനാഥരായി വളർന്ന കുഞ്ഞുങ്ങൾക്ക് അച്ഛനമ്മമാരെ തിരിച്ചു കിട്ടുന്നതും അവർ സ്വീകരിക്കപ്പെടുന്നതുമൊക്കെ അപൂർവമായി മാത്രം നടക്കുന്ന സംഗതിയാണ്. അങ്ങനെ ബന്ധുജനങ്ങളുടെയും സ്വജനത്തിൻ്റെയും നടുവിലേക്ക് ചെന്ന ശേഷം അതെല്ലാം ഉപേക്ഷിച്ചു വീണ്ടും ആ ഓർഫനേജ് ഏറ്റെടുത്ത് നടത്തുവാൻ തയ്യാറാവുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആരും ചിന്തിക്കുക പോലുമില്ല. അതിന് തയ്യാറാകണമെങ്കിൽ ആ മനസ്സിൻ്റെ വലിപ്പം എത്രയാണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. അതുകൊണ്ടാ വിലപേശലൊന്നും കൂടാതെ ഞാൻ നിനക്ക് തന്നേക്കാം എന്ന് തീരുമാനിച്ചത്. ഇവിടെ വന്ന് നിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി എനിക്ക് നഷ്ടമൊന്നും വന്നിട്ടില്ലെന്ന്. മൈ ഹേർട്ടി വിഷസ് ഫോർ യുവർ ന്യൂ വെഞ്ചർ മൈ ഡിയർ ഗേൾ. യു ക്യാൻ വിൻ എവരിവെയർ. ഗോ ഹെഡ് മൈ സ്വീറ്റി. അവർ അലീനയുടെ താടിത്തുമ്പിൽ അരിമയോടെ പിടിച്ച് കൊഞ്ചിക്ക് കൂടി ചെയ്തതോടെ അലീന ലജ്ജാവതിയായി. ആരെങ്കിലും പുകഴ്ത്തുമ്പോൾ അവൾക്ക് താൻ ചുരുങ്ങി ചെറുതാകുന്നത് പോലെ തോന്നിയിരുന്നു. ഉച്ചയ്ക്ക് മുമ്പ് രജിസ്ട്രേഷൻ കഴിഞ്ഞു. താക്കോൽ അലീനയ്ക്ക് കൈമാറി. പിരിയുന്നേരം ഫെബീന പറഞ്ഞു, നമുക്ക് കാണാട്ടോ, ഇനിയും കാണാം. ഞാൻ വല്ലപ്പോഴും നാട്ടിൽ വരാറുണ്ട്. അപ്പ പോയെങ്കിലും അമ്മ ഇപ്പോഴും ഉണ്ട്. അവർ കാറിൽ കയറി. വൈകാതെ സ്റ്റാൻലിയും കാറിൽ കയറി. അലീനയും ചെന്നു. മെയിൻ റോഡിലേക്ക് ഇറങ്ങിയ കാർ ഇടത്തേക്ക് തിരിയുന്നത് കണ്ട് അലീന ആശ്ചര്യപ്പെട്ട് സ്റ്റാൻലിയെ നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, പപ്പ ഇനി എങ്ങോട്ടാണ്? നിനക്ക് നിന്റെ സ്വന്തം സ്നേഹനികേതനം കാണണ്ടേ? സ്റ്റാൻലി ചോദിക്കുകയാണ്. അവളത് തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അലീന ഒന്നും മിണ്ടിയില്ല. അവളുടെ മിഴികളിൽ ആനന്ദാശ്രുക്കൾ ഉരുണ്ടുകൂടി. റോഡിലെ കാഴ്ചകൾ മങ്ങി. ഇടയ്ക്കിടെ കൈലേസുകൊണ്ട് അവൾ മിഴികൾ ഒപ്പി. സ്റ്റാൻലി മൗനത്തിലിരുന്ന് ഡ്രൈവ് ചെയ്യുകയാണ്. അലീനയും ഒന്നും സംസാരിച്ചില്ല. സംസാരിക്കുന്നതിനേക്കാൾ അർത്ഥസമ്പുഷ്ടമായിരുന്നു മൗനം. അച്ഛനും മകൾക്കുമിടയിൽ തരംഗതാളമുള്ള ഒരു സ്നേഹസംഗീതം ഒഴുകിക്കൊണ്ടേയിരുന്നു. കാർ സ്നേഹനികേതനത്തിൻ്റെ ഗേറ്റിൻ്റെ മുൻപിലെത്തി. ഗേറ്റ് അന്നത്തെ പോലെ തന്നെ അല്പം തുറന്നു കിടപ്പുണ്ട്. സ്റ്റാൻലിയും അലീനയും കാറിൽ നിന്നും ഇറങ്ങി. സ്റ്റാൻലിയുടെ കയ്യിൽ പിടിച്ച് അലീന കെട്ടിടത്തിൻ്റെ നേർക്ക് കൂട്ടിക്കൊണ്ടുപോയി. താക്കോൽ സ്റ്റാൻലിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവൾ പറഞ്ഞു, പപ്പ തന്നെ തുറക്ക്. സ്റ്റാൻലി അത് വാങ്ങി താക്കോലിട്ട് വാതിൽ തുറന്നു. പായൽ ഉണങ്ങിയതിൻ്റെയും നനഞ്ഞുണങ്ങിയ ഇഷ്ടികകളുടെയും സിമെൻറ്റിൻ്റെയും സമ്മിശ്ര ഗന്ധം മുറിയിൽ തങ്ങി നിന്നു. നിലത്ത് ഒരടുക്ക് പൊടിയുണ്ടായിരുന്നു. മുറിക്കോണുകളിലുടനീളം ചെലന്തി വല കെട്ടിയിരുന്നു. സ്റ്റാൻലി ഇരിപ്പുമുറിയിൽ നിന്നതേയുള്ളൂ. അലീന മുറിയിലെല്ലാം കയറിയിറങ്ങി തിരിച്ചു വന്നു. സ്നേഹാധിക്യത്തിൻ്റെ പാരമ്യത്തിൽ ചെയ്യാറുള്ളതുപോലെ ഇത്തവണയും അവൾ സ്റ്റാൻലിയുടെ പുറത്തുകൂടി കൈ ചുറ്റി ആ തോളത്ത് മുഖം ചേർത്ത് സ്നേഹതരളിതമായി നിന്നു. സ്റ്റാൻലി അപ്പോൾ താൻ വിട്ടുവീഴ്ചയില്ലാത്തവനാണെന്നും അല്ലെന്നും ധ്വനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, നിന്നെ വളർത്തിക്കൊണ്ടുവന്ന സ്ഥലമായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അലീന, എനിക്കിതിനേക്കാൾ വിലപിടിച്ച സമ്മാനം ഈ ജീവിതത്തിൽ ഇനി കിട്ടാനില്ല പപ്പ. ഉടനെ സ്റ്റാൻലി ചോദിക്കുകയാണ്, ഇതുകൊണ്ട് വലുതുമായോ? എനിക്ക് ഇത്രയും മാത്രം മതി പപ്പ. ഞാൻ ഇവിടുന്ന് തുടങ്ങിക്കോളാം. ഇനി എനിക്ക് ധൈര്യമായിട്ട് ആരോടും സഹായം ചോദിക്കാമല്ലോ. പക്ഷേ നീ തിരിച്ചും ചില കാര്യങ്ങൾ ചെയ്യണം. അതിലൊന്ന് നിന്റെ വിവാഹമാണ്. നിനക്കതിൽ എതിർപ്പില്ല എന്ന് നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉണ്ട് പപ്പ. പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കല്യാണത്തിന് പപ്പ എന്നെ നിർബന്ധിക്കരുത്.
സ്റ്റാൻലി മറുപടി പറയുവാൻ അല്പം സമയമെടുത്തു. ഓക്കെ, ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. മറിച്ച് എനിക്കും ഒരു വാക്ക് തരണം. എനിക്കിഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിനും നീ എന്നോട് സമ്മതം ചോദിക്കരുത്. പപ്പ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അലീനയ്ക്ക് മനസ്സിലായി. ഇല്ല പപ്പായെ, പപ്പയ്ക്ക് സമ്മതമില്ലാത്തൊരു കല്യാണം എനിക്ക് വേണ്ട, അവൾ പറഞ്ഞു. അതുമാത്രം പോരാ, എനിക്കും നിനക്കും ഇഷ്ടമുള്ളൊരു കല്യാണം വന്നാൽ അത് സമ്മതിക്കുകയും വേണം. അതിനും ഞാൻ വാക്ക് തരുന്നു. സ്റ്റാൻലിക്ക് അപ്പോൾ പാതി മനസ്സമാധാനമായി. അലീനയ്ക്ക് എപ്പോഴെങ്കിലും ഒരു മനംമാറ്റം ഉണ്ടായേക്കാമെന്ന് അയാൾക്ക് പ്രതീക്ഷയുണ്ട്. സ്നേഹനികേതനത്തിന്റെ വാതിൽ പൂട്ടിയിറങ്ങുമ്പോൾ സ്റ്റാൻലി ചോദിക്കുകയാണ്, നിനക്കിനി കോൺവെന്റിൽ കയറണോ? അവരോടൊരു താങ്ക്സ് പറയണ്ടേ പപ്പ? അത് ഞാനല്ലേ പറയേണ്ടത്? പപ്പ പറഞ്ഞാലും മതി, ഞാൻ കൂട്ടുവരാം. അലീന ചിരിച്ചു. ഇന്നത്തെ പോലെ ആഹ്ലാദവതിയായി അവളെ മുൻപൊരിക്കലും കണ്ടിട്ടില്ലെന്ന് അയാൾ ഓർത്തു. എന്നാലും പപ്പ എനിക്കൊരു സൂചന പോലും തന്നില്ലല്ലോ. ആരും അറിയാതെ പപ്പ എങ്ങനെ ആ ചേച്ചിയെ കണ്ടുപിടിച്ചു? ഏയ്, അതൊക്കെ നിസ്സാരം, സ്റ്റാൻലി ലാഘവത്തോടെ പറയുകയാണ്. സ്നേഹനികേതനം എവിടെയായിരുന്നു എന്ന് കണ്ടുപിടിക്കാനാണോ ബുദ്ധിമുട്ട്? കോൺവെന്റിലെ കാര്യങ്ങൾ നീ എത്രയോ വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒന്നിച്ചൊരു തവണ അവിടെ പോയിട്ടുമുണ്ട്. നിനക്ക് വീണ്ടും സ്നേഹനികേതനം തുടങ്ങാൻ വേണ്ടിയാണെന്നറിഞ്ഞപ്പോൾ കന്യാസ്ത്രീകൾക്ക് ഭയങ്കര സന്തോഷം. പിന്നെ അവരാണ് ഉടയവരെ കണ്ടുപിടിച്ചതും ചർച്ച നടത്തിയതും വില പറഞ്ഞതുമെല്ലാം. ആഹാ, എന്നിട്ട് കള്ളൻ ഒന്നും അറിയാത്തതുപോലെ വലിയ ഗൗരവത്തിലായിരുന്നു ഇത്രയും ദിവസം. അലീനയുടെ ഹൃദയം കവിഞ്ഞൊഴുകിയ സ്നേഹവും വാത്സല്യവും വികാരവായ്പുമെല്ലാം ആ പരിഭവത്തിലടങ്ങിയിരുന്നു. രേവതിക്കുട്ടി വലിയ സന്തോഷത്തോടെ ഓടി വരുന്നത് കണ്ട് ഗ്രേസമ്മ ചോദിക്കുകയാണ്, എന്താടി ഇത്രയ്ക്ക് തുള്ളിച്ചാടി വരാൻ? അലീന ചേച്ചി ഞങ്ങളുടെ സ്നേഹനികേതനം വിലയ്ക്ക് വാങ്ങിച്ചു. ആര് പറഞ്ഞു നിന്റെ അടുത്ത്? അലീന ചേച്ചി ഇപ്പം എന്നെ ഫോൺ ചെയ്തിരുന്നു. ഒരു സ്ക്രൂ ഡ്രൈവറും കയ്യിൽ പിടിച്ച് കാർപ്പറ്റിലിരുന്ന് CD പ്ലെയർ റിപ്പയർ ചെയ്യുവാൻ ശ്രമിക്കുകയായിരുന്നു മാമച്ചൻ. അത് റീവൈൻഡ് ചെയ്യുന്നില്ല. മാമച്ചൻ ചോദിക്കുകയാണ്, സ്റ്റാൻലി വാങ്ങിച്ചു കൊടുത്തതാണോ അവൾക്ക്? ആ, പ്രമാണം എഴുതാൻ നേരത്താ അലീന ചേച്ചി പോലും വിവരമറിഞ്ഞത്. ഇനി സ്നേഹനികേതനവും അതിലിരിക്കുന്ന സ്ഥലവും എല്ലാം ഞങ്ങളുടെയാ. ഉടനെ ഗ്രേസമ്മ പുരികൻ ചുളിച്ച് അവളെ നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, ഞങ്ങളുടെയെന്ന് വെച്ചാൽ? എന്റെയും അലീന ചേച്ചിയുടെയും ചിന്നുമോളുടെയും, പിന്നെ നമ്മുടെ എല്ലാവരുടെയും. അപ്പോൾ മാമച്ചൻ കളിയാക്കിക്കൊണ്ട് പറയുക, ഇവരുടെ വർത്തമാനം കേട്ടിട്ട് ബാങ്കുകാർ ജപ്തി ചെയ്ത് കൊണ്ടുപോയ കിടപ്പാടം തിരിച്ചു പിടിച്ച മട്ടുണ്ടല്ലോ. അങ്കിളിനെ അറിയാഞ്ഞിട്ട് അങ്കിളെ, ഞങ്ങളുടെ തറവാടാ അത്. ഉടനെ ഗ്രേസമ്മ ആത്മഗതമെന്ന പോലെ പറയുകയാണ്, അപ്പോ അലീന തിരിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? പക്ഷെ അന്ന് കുളത്തുപുഴ വെച്ച് സംസാരിച്ചപ്പോൾ സ്റ്റാൻലിക്ക് ഭയങ്കര എതിർപ്പായിരുന്നല്ലോ. അവളുടെ കല്യാണം നടത്താൻ പോവാണെന്നല്ലേ അന്ന് പറഞ്ഞത്? അലീന ചേച്ചി പറഞ്ഞാൽ പിന്നെ പപ്പ ഇത് സാധിച്ചു കൊടുത്തിരിക്കും. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? എത്ര പേരുടെ പ്രാർത്ഥനയുണ്ടെന്നറിയുമോ അലീന ചേച്ചിക്ക് കൂട്ടായിട്ട്? അതുകൊണ്ടാ അലീന ചേച്ചി വിചാരിക്കുന്നതൊക്കെ നടക്കുന്നത്. മാമച്ചൻ വീണ്ടും ചോദിക്കുകയാണ്, അവളും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ആരാണ് സ്റ്റാൻലിക്കൊരു തുണ? അവരെല്ലാം ഇപ്പം അവിടെ ഉണ്ടല്ലോ. പിന്നെ അലീന ചേച്ചിക്ക് കൂടെ കൂടെ വരികയും ചെയ്യാമല്ലോ. അപ്പോൾ ഗ്രേസമ്മ അവൾ തന്നെ പിടിച്ചെടുത്തോണ്ട് വന്ന ആ കുടുംബം ഇനിയെങ്കിലും തലതിരിഞ്ഞു പോകാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഒന്നും അലീന ചേച്ചി വിട്ടുകളയത്തില്ല. പിന്നെ ഞാനൊക്കെ ഇല്ലേ സഹായത്തിന്? പെട്ടെന്നൊരു അമ്പരപ്പോടെ ഗ്രേസമ്മ രേവതിക്കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുകയാണ്, നീയും പോകുന്നുണ്ടോ അലീനയ്ക്കൊപ്പം കഴക്കൂട്ടത്തേക്ക്? സ്ഥിരമായിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് പോകണ്ടേ ആൻറ്റി. നമ്മളൊക്കെ അല്ലാതെ വേറെ ആരാ അലീന ചേച്ചിക്കൊരു സഹായമായിട്ടുള്ളത്? പിന്നെ ദേ അങ്കിളെ, സ്നേഹനികേതനം തുടങ്ങുമ്പോൾ കുറച്ചു ദിവസം അലീന ചേച്ചിയുടെ കൂടെ പോയി നിൽക്കാൻ എന്നെ സമ്മതിച്ചേക്കണം കേട്ടോ. അന്നേരം പറയുമ്പോൾ മീശയും പിരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. മാമച്ചൻ അപ്പോൾ ഗൗരവത്തിൽ പറയുകയാണ്, അതൊന്നും നീ തീരുമാനിക്കണ്ട, ഞാനൊന്ന് ആലോചിക്കട്ടെ. ചിന്നുമോളെയും വിടണേ. ഞങ്ങൾ 3 പേരും കൂടി പഴയതുപോലെ ഒരാഴ്ചയെങ്കിലും അവിടെ താമസിക്കും. എടി കൊച്ചെ, സ്ഥലവും കെട്ടിടവും വാങ്ങിച്ചാൽ മതിയോ? അതിനെ ഒരു സ്ഥാപനമാക്കി മാറ്റിയെടുക്കണമെങ്കിൽ എന്തെല്ലാം ചെയ്യാനുണ്ട്? പണം എത്ര വേണമെന്ന് നിനക്കറിയാവോ? അതിനല്ലേ എങ്കിലെ നമ്മളൊക്കെ ഉള്ളത്. എൻ്റെ ശമ്പളം ബാങ്കിലിട്ടിരിക്കുന്നത് മുഴുവനും അലീന ചേച്ചിക്ക് കൊടുത്തേക്ക്. എനിക്കൊന്നും തരണ്ട. അതിന് നിനക്കിനി എവിടാ ശമ്പളം? ഒക്കെ നീ തന്നെ തീർത്തില്ലേ? ആൻറ്റി, നമ്മൾ അലീന ചേച്ചിയെ സഹായിക്കണം കേട്ടോ. കുറേ രൂപ പെട്ടിയിൽ വെച്ചോണ്ടിരുന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ? അപ്പോൾ മാമച്ചൻ, ആ, നിന്നെ കെട്ടിക്കാൻ വെച്ചിരിക്കുന്ന പൈസ എടുത്ത് കൊടുക്കാം അല്ലേ? ആ, അത് കൊടുത്താൽ മതി അങ്കിളെ. ഉടനെ ഗ്രേസമ്മ ആരോടൊന്നില്ലാതെ പറയുകയാണ്, അവളെ കൊണ്ട് ഇതൊക്കെ നടത്താൻ പറ്റുമെന്നാ എനിക്ക് സംശയം. ഇത്രയും കാലം അനാഥയായിട്ട് ജീവിച്ചു. ഇനിയുള്ള കാലം അനാഥർക്ക് വേണ്ടി ജീവിക്കാൻ പോവാണ്. അതിനിടയ്ക്ക് എവിടെയാണ് അവൾക്കൊരു സ്വന്തം ജീവിതം? ബബിത തന്റെ മൊബൈൽ ഫോണുമായി ബാലചന്ദ്രമേനോന്റെ അടുത്തേക്ക് എത്തി. ഫോൺ അയാളുടെ നേർക്ക് നീട്ടിക്കൊണ്ട് പറയുകയാണ്, അച്ഛാ, അലീന ചേച്ചിയാ. എന്താ വിശേഷം? അലീന ചേച്ചി ഓർഫനേജിലേക്ക് തിരിച്ചു പോവാണത്രേ. ബാലചന്ദ്രമേനോൻ കിടക്കയിൽ വേഗം എഴുന്നേറ്റിരുന്നിട്ട് ബബിതയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അലീനയോട് സംസാരിച്ചു. അലീന പറയുകയാണ്, അച്ഛാ, അവൾ പറയുന്നത് ഞാൻ കേട്ടു കേട്ടോ. ഞാൻ നാളെ പോകുന്നത് പോലെയാണ് അവളുടെ പറച്ചിൽ. ഇനിയും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു. കാട് പിടിച്ചതുപോലെ കിടക്കുന്ന ഒരു സ്ഥലമാണത്. അത് വെട്ടിത്തെളിക്കണം, കെട്ടിടം പുതുക്കണം, പെയിന്റ് അടിക്കണം, ഷെഡ് ഉണ്ടാക്കണം, ഫർണിച്ചർ എല്ലാം വാങ്ങണം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ.
ഉടനെ ബാലചന്ദ്രമേനോൻ സംഗതി മനസ്സിലായി എന്ന രീതിയിൽ പറയുകയാണ്. ഇതിനേക്കാൾ ലാഭം നിന്നെ കെട്ടിച്ചു വിടുന്നതായിരുന്നു. അതുകൊണ്ടല്ലേ അച്ഛാ ഞാൻ കെട്ടാത്തത്? പളുങ്ക് ചിതറുന്നതുപോലെ അലീനയുടെ ചിരി ബബിത ഫോണിൽ കേട്ടു. അവൾ അച്ഛനോട് പരാതി പോലെ പറയുകയാണ്. എന്തൊരു സന്തോഷമാണെന്നറിയാവോ അലീന ചേച്ചിക്ക്. എന്താ ചിരിയും വർത്തമാനവും ഒക്കെ. നമ്മളെയൊക്കെ ഇവിടെ ഇട്ടിട്ട് രക്ഷപ്പെടുന്നതിൻ്റെ സന്തോഷമാണ്. ബബിതയുടെ ആ ചോദ്യവും അലീന കേട്ടു. അവൾ ചോദിക്കുകയാണ്, എന്താ ചവളി പറയുന്നത്? അവൾക്ക് നിന്റെ ഉത്സാഹം തീരെ പിടിക്കുന്നില്ലെന്ന്. സാരമില്ല അച്ഛാ, ഞാൻ അവളെ സമാധാനിപ്പിച്ചോളാം. അച്ഛൻ എന്നെ സഹായിക്കണേ, എന്നാലേ എനിക്ക് സ്നേഹനികേതനം തുടങ്ങാൻ പറ്റൂ. ആ ഇതിനു വേണ്ടിയാണല്ലോ നിനക്ക് എന്താ ഞാൻ വേണ്ടതെന്ന് ചോദിച്ചപ്പോഴൊക്കെ ഇപ്പോഴൊന്നും വേണ്ടെന്നും പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറിയത്. ഇനി പറ, നിനക്ക് എന്താ വേണ്ടത്? എന്തു തരാൻ പറ്റൂ അച്ഛന്? നീ ചോദിക്ക്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫർണിച്ചർ തരുമോ അച്ഛൻ? എന്തൊക്കെയാണ് അവിടെ വേണ്ടത്? ഇവിടെ അച്ഛാ കട്ടിൽ, മേശ, കസേര, ഡെസ്ക്, ബെഞ്ച്, അലമാര, ടീപ്പോ, ഇത്രയൊക്കെ മതി. പിന്നെ ഓരോന്നു വിധം അല്ല കേട്ടോ. കട്ടിലൊക്കെ ഞങ്ങൾക്ക് ആള് വരുന്നതിനനുസരിച്ച് മതി. ആദ്യം ഒരു 15 എണ്ണം. വലിയ വില പിടിച്ചതോ ഡബിൾ കോട്ടോ ഒന്നും വേണ്ട, സിംഗിൾ കോട്ട് മതി. അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുറേ രൂപ ഇറങ്ങും കേട്ടോ. ആ ഞാൻ നോക്കട്ടെ. അച്ഛാ, അച്ഛനും കൂടി വരണം കേട്ടോ. അറ്റകുറ്റപ്പണിയൊക്കെ നോക്കാനും അഭിപ്രായം പറയാനും പുതിയ ഐഡിയ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരാനും. ഇനി അങ്ങോട്ട് ഓർഫനേജുമായിട്ട് കഴിഞ്ഞുകൂടിയാൽ മതിയോ അലീന? നിന്റെ കല്യാണക്കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അത് നടത്താം അച്ഛാ. നീ ഇവിടെ ഉള്ളപ്പോൾ നടക്കാത്തതാണോ ഇനി വലിയ ഉത്തരവാദിത്വത്തിലേക്ക് മാറിക്കഴിയുമ്പോൾ? ആ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്ന അച്ഛൻ എൻ്റെ കല്യാണത്തിന് അതിശയിക്കും. ഇവൾ അന്ന് പറഞ്ഞത് ചുമ്മാതല്ലല്ലോ എന്ന്. ഓക്കെ, നിന്നോട് ഞാൻ തർക്കത്തിനൊന്നുമില്ല. ഏതായാലും എൻ്റെ എല്ലാ സഹായങ്ങളും നിനക്കുണ്ടാവും. വെക്കട്ടെ? ശരി അച്ഛാ. ബാലചന്ദ്രമേനോൻ ഫോണ് ബബിതയുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തു. അലീന 3 തലയണകൾ ഒന്നിനു മീതെ ഒന്നായി വെച്ച് ചാരി കിടക്കുകയായിരുന്നു. അവളുടെ വയറ്റത്ത് തല വെച്ച് ടെൽസയും കിടപ്പുണ്ട്. ടെൽസയോട് എന്തോ കഥ പറയുകയായിരുന്നു അലീന. അപ്പോഴാണ് ഫോൺ കോൾ. ടെൽസ ഫോൺ എടുത്തു കൊടുത്തു. മനുശങ്കറിന്റെ പേര് ഡിസ്പ്ലേയിൽ തെളിഞ്ഞു. ഹലോ മനുവേട്ടാ. ഉടനെ മനുവിൻ്റെ ശബ്ദം. എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ അലീന. ഞാൻ അത്രയ്ക്കങ്ങ് അന്യനായി പോയോ? അയ്യോ സോറി മനുവേട്ടാ. സത്യം പറഞ്ഞാൽ മനുവേട്ടൻ വിശ്വസിക്കില്ല, ഞാൻ പോലും അറിഞ്ഞിരുന്നില്ല. അത് നുണ. അന്ന് ആൻറ്റിയെ കാണാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ സ്നേഹനികേതനത്തിൽ പോയിരുന്നില്ലേ? കോൺവെന്റിലെ സിസ്റ്റേഴ്സിനോട് നീ അന്ന് ചോദിച്ചിരുന്നല്ലോ അത് വിൽക്കാനുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന്. അപ്പോഴേ മനസ്സിൽ ഇങ്ങനൊരു പ്ലാൻ ഉണ്ടായിരുന്നല്ലോ. മനുവേട്ട 1.5 വർഷം മുൻപ് സ്നേഹനികേതനത്തിൽ നിന്ന് പോരുമ്പോൾ തന്നെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്തൊക്കെയായാലും എന്നോടൊരു അഭിപ്രായമെങ്കിലും നിനക്ക് ചോദിക്കായിരുന്നു. മനുവേട്ട, പപ്പ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. ഇന്ന് സബ് രജിസ്ട്രാർ ഓഫീസിൽ ചെന്നപ്പോഴാണ് ഞാൻ പോലും അറിഞ്ഞത് രജിസ്ട്രേഷൻ നടത്താൻ പോവാണെന്ന്. അലീനെ അങ്ങോട്ട് ആവശ്യപ്പെടാതെ പപ്പ അത് വാങ്ങിത്തരുമോ? ഇല്ലല്ലോ. ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ പപ്പ എന്നെ വഴക്കു പറയുക ചെയ്തത്, അല്ലാതെ പപ്പ എന്നോടൊന്നും സൂചിപ്പിക്കുക പോലും ചെയ്തില്ല. അപ്പോൾ സ്നേഹനികേതനവും അതിൻ്റെ പ്രവർത്തനവുമായി മുൻപോട്ട് പോകാനാ പ്ലാൻ അല്ലേ? അല്ലാതെ ഞാൻ എന്തു ചെയ്യും? കുറച്ച് നിമിഷത്തേക്ക് മനുശങ്കറിൻ്റെ ശബ്ദമൊന്നും കേട്ടില്ല. ഒടുവിൽ അലീന വീണ്ടും വിളിച്ചു. മനുവേട്ടാ. ആ ഞാൻ ലൈനിലുണ്ട്. എന്തു ചെയ്യണമെന്ന് ആലോചിക്കുന്നു. മനുവേട്ടൻ എൻ്റെ അടുത്ത് പിണങ്ങല്ലേ? എങ്കിൽ പിന്നെ നീ പറ, എൻ്റെ കാര്യം എങ്ങനെയാ? ഞാൻ എന്തു ചെയ്യണം? എനിക്കറിയില്ല മനുവേട്ടാ. ഇത് കേൾക്കാൻ വേണ്ടിയാണോ ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്? ഇപ്പോൾ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. മകൾക്ക് സ്നേഹനികേതനം വാങ്ങി തന്നിട്ട് പപ്പ പകരം മകളോടൊരു വാക്കു വാങ്ങി രജിസ്റ്റർ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു. പപ്പയ്ക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം നടത്തില്ലെന്ന്. മനുവേട്ട, പപ്പ എനിക്കൊരു മുട്ടുസൂചി പോലും വാങ്ങി തന്നില്ലെങ്കിലും ശരി, പപ്പ ആവശ്യപ്പെട്ടാൽ ഞാൻ അങ്ങനെ ഒരു വാക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ എന്നെ വേണ്ട, ഞാനിനി കാത്തിരിക്കേണ്ട എന്നർത്ഥം. അങ്ങനെയല്ല മനുവേട്ട. പപ്പ എനിക്കും ഒരു വാക്ക് തന്നിട്ടുണ്ട്. എനിക്കിഷ്ടമില്ലാത്ത ഒരു കല്യാണത്തിനും നിർബന്ധിക്കില്ല എന്ന്. നിനക്ക് വിവാഹം കഴിക്കാതെയും ജീവിക്കാം. ഓർഫനേജും അനാഥ കുഞ്ഞുങ്ങളും അനാഥരാകുന്ന അച്ഛനമ്മമാരും ഒക്കെ ഉണ്ടല്ലോ. കാത്തിരുന്ന് ഒടുവിൽ ആരുമില്ലാതാകുന്നത് എനിക്ക് മാത്രമായിരിക്കും. എന്നെ വിശ്വാസമില്ലെങ്കിൽ മനുവേട്ടൻ വേറൊരു കല്യാണം കഴിച്ചു. കാത്തിരിക്കണ്ട. ഓ താങ്ക്സ്. ഇതൊന്ന് എഴുതി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് തരണേ. നിന്റെ അനുമതി പത്രം കിട്ടാഞ്ഞിട്ടാ ഞാനിതുവരെ കല്യാണം കഴിക്കാതിരുന്നത്. മനുവേട്ടൻ ഇപ്പം തന്നെ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ മുൻപോട്ട് പോകും മനുവേട്ട? ഞാൻ മാത്രം മനസ്സിലാക്കിയാൽ മതിയോ? നീ തിരിച്ചിങ്ങോട്ടും അങ്ങനെ തന്നെ വേണ്ടേ? മനുവേട്ടനെ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് അരുത് എന്ന് തോന്നിയൊരു കാര്യം എന്നോട് തന്നെ മാപ്പ് പറഞ്ഞ് എൻ്റെ മനസ്സാക്ഷിയെ കൊണ്ട് അംഗീകരിപ്പിച്ചത്. ശരി, പക്ഷെ അതുമാത്രം മതിയോ? അതിനൊരു ഫലമുണ്ടാവണ്ടേ? ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഫലം ഉണ്ടാവൂ മനുവേട്ട. എന്താ ഉറപ്പ്? എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? നന്മയിലുള്ള ഉറച്ച വിശ്വാസം മാത്രമാണ് മനുവേട്ട എനിക്ക് ഗ്യാരണ്ടി. അലീന, നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു മുൻപ്. ഇങ്ങനെയൊന്നും നീ സംസാരിച്ചിട്ടേ ഇല്ല. ഞാൻ കടപ്പാട്ടൂർ വെച്ച് നിന്നെ കാണുമ്പോൾ അവിടെ എങ്ങനെയെങ്കിലും കഷ്ടിച്ച് പിടിച്ചു നിൽക്കുവാൻ ശ്രമിക്കുന്നൊരു വീട്ടുവേലക്കാരി മാത്രമായിരുന്നു നീ. ഇപ്പം നീ ഒരുപാട് വളർന്നു. അച്ഛനും അമ്മയും പപ്പയും കൂടപ്പിറപ്പുകളും ബന്ധുബലവും സ്വത്തുബലവും എല്ലാം ഉണ്ടായി. മനുവേട്ട,
മനുവേട്ടൻ എന്താ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ എന്നും ഒരു വീട്ടുവേലക്കാരിയായി മാത്രം കഴിയണമെന്നായിരുന്നു മനുവേട്ട. ഞാൻ വളർന്നെങ്കിൽ എനിക്ക് ഈ ബന്ധുജനങ്ങളെല്ലാം ഉണ്ടായെങ്കിൽ അത് മനുവേട്ടനും കൂടി സഹായിച്ചിട്ടല്ലേ. ഇപ്പം ഞാൻ സ്നേഹനികേതനം ഏറ്റെടുത്തു. അതാണോ മനുവേട്ടന് ദേഷ്യമായി പോയത്? ആ, അതുതന്നെയാണ്. സ്നേഹനികേതനം നിന്റെ മനോഭാവമാണ്, വേറൊരു വഴിയാണത്. അത് വേറൊരു ജീവിതമാണ്, വേറൊരു ഉത്തരവാദിത്തമാണ്. അത് ഏറ്റെടുത്ത് കഴിയുമ്പോൾ നീ ഒരുപാട് പ്രശ്നങ്ങളുള്ള വേറൊരു വ്യക്തിയായി മാറിപ്പോകുമെന്ന് എനിക്കറിയാം. എനിക്ക് നിന്നെ ഫ്രീ ആയിട്ട് കിട്ടണം. നിന്റെ ജീവിതത്തിൻ്റെ ഒരു കോണിലേക്ക് ഞാനല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് നീയാണ് വരേണ്ടത്. അനാഥ കുഞ്ഞുങ്ങളിലല്ല എൻ്റെ സന്തോഷവും പ്രതീക്ഷയും, എനിക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളിലാണ്. ഇത് രണ്ടും കൂടി ഒത്തുപോവില്ല അലീന. അലീന ഹൃദയവ്യതയോടെ മൗനമായി നിന്നു. നിനക്കിനി വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, വേറൊന്നും പറയാനില്ല മനുവേട്ട. അവളുടെ ഖണ്ഡമിടറി. താങ്ക്സ്. അടുത്ത നിമിഷം ഫോൺ കട്ടായി. അലീന ഫോണും കയ്യിൽ പിടിച്ച് അല്പനേരം ഇരുന്നു. അവൾക്ക് എവിടെയെങ്കിലും പോയിരുന്ന് കരയണമെന്ന് തോന്നി. അവൾ ബാത്റൂമിൽ കയറി വാതിലടച്ചു. സ്നേഹനികേതനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു കഴിഞ്ഞു. സ്റ്റാൻലിയുടെ ചുമതലയിലാണ് ജോലി നടക്കുന്നത്. ഒരു സൂപ്പർവൈസറെ വെച്ചിട്ടുണ്ട്. പഴയ സ്നേഹനികേതനത്തിൻ്റെ അതേ രൂപരേഖയിൽ തന്നെ കെട്ടിടവും ഷെഡും പുതുക്കി പണിതെടുക്കുകയാണ്. അലീനയും സ്റ്റാൻലിയും ഒന്നിടവിട്ട ദിവസങ്ങളിൽ കഴക്കൂട്ടത്ത് പോയി അവിടെ നടക്കുന്ന പണികൾ നിരീക്ഷിച്ചു പോന്നു. അലീന സ്നേഹനികേതനം ഏറ്റെടുത്ത് നടത്തുവാൻ പോകുന്ന വിവരം കൊല്ലപ്പള്ളിക്കാരും അറിഞ്ഞു. രണ്ടു തരത്തിലുള്ള പ്രതികരണങ്ങളുണ്ടായി. ശിവശങ്കര മേനോന് അതിനോട് വിയോജിപ്പായിരുന്നു. പക്ഷേ ഗംഗാധര മേനോൻ അലീനയെ അനുകൂലിച്ച് സംസാരിക്കുകയും അവൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകണമെന്ന് ശിവശങ്കരനോട് പറയുകയും ചെയ്തു. കമലയ്ക്ക് ഇതിനോടെല്ലാം പുച്ഛമായിരുന്നു. എന്നാൽ സൗദാമിനിയമ്മ തൻ്റെ പേരക്കുട്ടി ഒരു ജീവകാരുണ്യ സ്ഥാപനം തുടങ്ങുന്നു എന്നറിഞ്ഞ് അളവറ്റ് സന്തോഷിച്ചു. സൗദാമിനിയമ്മ ശിവശങ്കരനോട് പറഞ്ഞു, അവൾ വേണം അത് നടത്താൻ. അവൾക്കേ അറിയൂ അനാഥ കുഞ്ഞുങ്ങളുടെ വിഷമം. പിന്നീട് ഗംഗാധര മേനോൻ അലീനയെ ഫോണിൽ വിളിച്ചു. സ്നേഹനികേതനത്തിൻ്റെ നടത്തിപ്പിനെക്കുറിച്ച് സവിസ്തരം ചോദിച്ചറിഞ്ഞു. 1,00,000 രൂപയുടെ ഒരു ചെക്ക് അയാൾ അവൾക്ക് അയച്ചു കൊടുത്തു. ഗംഗാധര മേനോൻ അത്രയും പണം കൊടുത്തുവെന്നറിഞ്ഞപ്പോൾ ശിവശങ്കര മേനോൻ 50,000 രൂപയുടെ ഒരു DD അലീനയ്ക്ക് അയച്ചു കൊടുത്തു. രേവതിക്കുട്ടി മാമച്ചനെയും ഗ്രേസമ്മയെയും ഷെറിനെയും ചിന്നുമോളെയും കൂട്ടിക്കൊണ്ട് അലീന കഴക്കൂട്ടത്ത് വരുന്ന ദിവസം നോക്കി സന്ദർശനത്തിനെത്തി. സ്നേഹനികേതനത്തിൻ്റെ അവസാന മിനുക്കുപണികൾ നടക്കുകയായിരുന്നു. ഗ്രേസമ്മ 2 കെട്ട് കറൻസി നോട്ടുകളെടുത്ത് അലീനയെ ഏൽപ്പിച്ചു. ഈ ഓർഫനേജിൽ നിന്നാണ് രേവതിക്കുട്ടിയെ ഞങ്ങൾക്ക് കിട്ടിയത്. ഇതുപോലൊരു ഓർഫനേജാണ് എൻ്റെ മോൻ്റെ കുഞ്ഞിനെയും ഞങ്ങൾക്ക് സമ്മാനിച്ചത്. അവർക്ക് 2 പേർക്കും വേണ്ടിയാണ് ഞങ്ങളിത് തരുന്നത്. ആനന്ദാശ്രുക്കളോടുകൂടി അലീന ആ പണം വാങ്ങി. സ്നേഹനികേതനത്തിന് ആവശ്യമായി വരുന്ന ഫർണിച്ചറിന് ഓർഡർ കൊടുത്ത് പണിയിപ്പിക്കുന്നുണ്ടായിരുന്നു ബാലചന്ദ്ര മേനോൻ. സ്റ്റാൻലിയുടെ അനുജന്മാരും അലീനയെ പല വിധത്തിൽ സഹായിക്കുകയുണ്ടായി. സാന്ദ്രയും ജോസുകുട്ടിയും ചേർന്ന് കുട്ടികളുടേതായ ഒരു ഫണ്ട് പിരിവ് തന്നെ നടത്തുന്നുണ്ടായിരുന്നു. ഔതക്കുട്ടിച്ചായൻ 25,000 രൂപ അലീനയുടെ പ്രസ്ഥാനത്തിലേക്ക് സംഭാവന നൽകി. അങ്ങനെ സ്നേഹനികേതനത്തിൻ്റെ പണികൾ മിക്കവാറും പൂർത്തിയായി. അലീന തിരിച്ചു പോകുവാൻ നിശ്ചയിച്ച ദിവസം അടുത്തു വന്നുകൊണ്ടിരുന്നു. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.